തൊട്ട് നോക്കിക്കേ. ഹലോ. ഹായ്, വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മൾ ഒരു ഡേ ട്രിപ്പിനായിട്ട് കൊച്ചിയിലുള്ള PQ എക്സോട്ടിക് ബേർഡ് പാർക്കാണ് വന്നേക്കുന്നത്. ഇൻസ്റ്റാ യൂട്യൂബ് വഴി എല്ലാവർക്കും പരിചിതമാണ് ഈ സ്ഥലം. ഇതൊരു ഓപ്പൺ ബേർഡ് പാർക്കാണ്. സോ കയറുമ്പോൾ തന്നെ ഒരു ഓപ്പൺ കേസ് സെറ്റപ്പിൽ കൈയൊക്കെ വൃത്തിയായി കഴുകിച്ച് ഫുഡൊക്കെ ഒരു പ്ലേറ്റിൽ തന്ന് വിടും. കൈ കഴുകിക്കുന്നത് ബേർഡ്സിന് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ കയറുമ്പോൾ തന്നെ ദേ ഇങ്ങനെ ആളുകൾ വന്നിടിച്ചങ്ങ് കയറും. ഹലോ. എൻ്റെ കയ്യെ കടിക്കാടാ പോയി യേസു. എൻ്റെ കയ്യെ കടിച്ചാ വരുത്തൻ. എൻ്റെ കയ്യിലൊന്നും ഇല്ല, വെറുതെ നിങ്ങൾ കടിച്ചിട്ടെന്തിനാ. ഹലോ. കിളിയാടാ പൊന്നസേ. യേസു നമ്മുടെ പാത്രത്തിൽ ഇരിക്കുന്ന എന്ത് വന്നു നോക്കി, അപ്പച്ചന്റെ പാത്രത്തിൽ തിന്നു നോക്കി. ഈ ഓപ്പൺ കേജിനെ 3 സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 3 സെക്ഷനിലും ഡിഫറെൻറ്റ് വെറൈറ്റി ബേർഡ്സ് ആണ് ഉള്ളത്. ഹലോ ഹലോ. തൊട്ട് വയ്ക്കടാ. എങ്ങനെയാ കിളി നിങ്ങൾ തിന്നുന്ന നോക്കി, എങ്ങനെ കാണുന്ന നോക്കി, നീ വരുന്നോ? വരുന്നോടി വരുന്നോടി. നടന്ന് നടന്ന് കഴിച്ചോട്ട് പോകാം കേട്ടോ. കണ്ടോ വല്ലതും ഉണ്ടോ അതിൻ്റെ അകത്ത്? വല്ലതും ഉണ്ടോടാ? വല്ലതും ഉണ്ടോടാ അതിൻ്റെ അകത്ത്? ഇഷ്ടമാണോ? തൊടുന്നോ? ഇതിനെ തൊടുന്നോ? അപ്പച്ചന്റെ കയ്യെ കയറി ഞാനങ്ങ് കൂടെ പോയില്ലേ. അതെ, എന്റെ തോളെ കയറിയിരുന്നത് പുള്ളി കൂട്ടത്തിൽ പോലെ. ഞങ്ങളുടെ കൂടെ പോരുക കേട്ടോ, കൊണ്ടോട്ടെ. തിരിച്ചു പോകാൻ ഒരു ഉദ്ദേശമില്ലെന്ന് തോന്നുന്നുണ്ട്. എന്റെ കയ്യെ കടിക്കുന്ന ഇവിടെ ആൾക്കാർ ഇരിപ്പുണ്ടോ? അല്ല, ഇത് വന്നതാ. അപ്പച്ച തോളത്ത് കയറി ഇരിക്കുന്നതാണ്ടോ? നീ വരുന്നോടാ? നല്ല ഉത്തരമായിരുന്നു. കടിക്കരുത് കേട്ടോ. നേരത്തെ ഇവിടെ വരുന്ന എന്റെ തോളെ കയറി ആദ്യം പോളറയിലൊരു കടി തന്നു. ഹലോ. കയ്യ വരുന്നോ? ആ കടിയോ? നീ പ്രശ്നക്കാരൻ കയ്യല്ല അല്ലയാ? പറയാൻ പറ്റില്ല. ഹലോ. കൂടെ പോയി വന്നോ? അടുത്തത് നമ്മൾ മെക്കാവുവിന്റെ സ്ഥലത്തോട്ടാ പോകുന്നത് കേട്ടോ. അത് കാവു, അത് പശു കാവു.
അപ്പോൾ നമ്മൾ ബേർഡ് പാർക്കൊക്കെ കണ്ടിറങ്ങി ഒരു 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ, അതും പ്രത്യേകിച്ച് കുട്ടികളെയും കൊണ്ടുപോയി സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എൻട്രി ഫീസ് ഒരല്പം കൂടുതലാണെന്ന് തോന്നിയേക്കാം, പക്ഷേ ഇറ്റ്സ് ഫൈൻ ബിക്കോസ് നമുക്ക് ആമ്പിൾ ടൈം കിട്ടും. അതുപോലെ ഫാമിലിയുമായിട്ടൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. ജസ്റ്റ് എ പ്രോ ടിപ്പ്, പറ്റുന്നതും ഉച്ചയാകുന്നതിൻ്റെ ടൈമിലേക്ക് ചെല്ലുക. കാരണം ഫീഡിങ് കഴിഞ്ഞിട്ടാണ് എങ്കിൽ ഈ ബേർഡ്സ് ഒന്നും ഇതുപോലെ അടുത്ത് വന്ന് ഇൻട്രാക്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ ശരി, ബൈ.